ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വാട്ടർ കളർ ഉപയോഗിച്ച് നമുക്കൊരു സ്കിൻ കളർ ചെയ്യാനായിട്ട് കഴിയും. അതായത് വാട്ടർ കളർ ഉപയോഗിച്ച് എങ്ങനെ സ്കിൻ കളർ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാൻ പോകുന്നത്. ഒരു സ്കിൻ കളറല്ല, ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉള്ള സ്കിൻ കളേഴ്സ് നമുക്കൊരു ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു വാട്ടർ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടതാണ്. അതായത് നമുക്ക് നോർമലി കളറിൽ നിന്ന് ലഭിക്കുന്നത് ഒരു 10-12 കളേഴ്സ് ആയിരിക്കും നോർമലി വിലയ്ക്ക്. ഓക്കെ, ഇല്ലെങ്കിൽ ഒരുപാട് ഷെയ്ഡ്സുള്ള കളർ വാങ്ങുമ്പോൾ ഒരുപാട് പ്രൈസ് അതിനനുസരിച്ച് വില കൂടുതലായിരിക്കും. നമുക്ക് നോർമലി ലഭിക്കുന്ന 200-250 രൂപയ്ക്കകത്ത് ലഭിക്കുന്ന കളേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കിൻ കളേഴ്സ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മളൊരു പിക്ചർ വരയ്ക്കുമ്പോൾ എല്ലാവരുടെ ഫേസിനും ഒരേ കളേഴ്സ് അല്ല ഒരേ കളറല്ല. അതായത് ഇപ്പോൾ നമുക്ക് കറുപ്പ്, വെളുപ്പ് അല്ലെങ്കിൽ ഇരുനിറം എന്നൊക്കെ പറയും. എന്നിരുന്നാലും ഇപ്പോൾ വെളുത്ത ആൾക്കാർ തന്നെ രണ്ടുപേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഫേസിലെ കളേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നെറ്റിയിലെ ഷെയ്ഡ് വേറെ ആയിരിക്കാം, കവളിലെ ഷെയ്ഡ് വേറെ ആയിരിക്കാം. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ രണ്ടുപേരെ എടുത്ത് നോക്കിയാലും സെയിം തന്നെയാണ്, രണ്ടുപേരുടെയും കളേഴ്സ് ഡിഫറൻ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ 1, 2, 3 കളറല്ല സ്കിന്നിനുള്ളത്, ഒരുപാട് ഷെയ്ഡ്സ് സ്കിന്നിനുണ്ട്. അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് കാരണം നമുക്ക് ഒരുപാട് കളേഴ്സ് ഫേസിൽ കാണാനായിട്ട് കഴിയും. നോർമലി നമ്മൾ ഇന്ന കളർ എന്ന് പറയുമെങ്കിലും രണ്ടുപേരെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ എങ്ങനെ നമുക്ക് സ്കിൻ കളർ മിക്സ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന 200-250 രൂപയ്ക്ക് ലഭിക്കുന്ന കളേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വാട്ടർ കളറിൽ സ്കിൻ കളർ മിക്സ് ചെയ്തെടുക്കാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം വീഡിയോ കാണാൻ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് യെല്ലോ റെഡ്. എപ്പോഴും നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന നോർമൽ ലഭിക്കുന്ന പ്രൈമറി കളേഴ്സായ യെല്ലോയും റെഡും ചേർത്ത് എങ്ങനെ ഒരു സ്കിൻ കളർ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ KMLൻ്റെ ആർട്സ്റ്റ് എന്ന് പറഞ്ഞ വാട്ടർ കളറിലെ 2 വാട്ടർ കളർ ട്യൂബാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് യെല്ലോയോ ഏത് റെഡോ വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ഇതേ കളറുള്ളവർക്ക് ഇതേ റിസൾട്ട് കിട്ടും, ഇല്ലാത്തവർക്ക് ചെറിയ രീതിയിലുള്ള ഷെയ്ഡ്സിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, ആദ്യം യെല്ലോയും റെഡും കൂടെ ചേർക്കുമ്പോൾ യെല്ലോ കൂടുതലും റെഡ് അല്പം കുറഞ്ഞ രീതിയിലാണ് ചേർത്ത് കളർ ചെയ്തിരിക്കുന്നത്. ആ കളറാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിന് ശേഷം റെഡ് കുറച്ചുകൂടെ ചേർത്തതിന് ശേഷം കളർ ചെയ്യുന്നുണ്ട്. പിന്നെ അല്പം വെള്ളവും കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ വേറെ ടോൺ ഇടും. ഇപ്പം മൊത്തം 3 കളർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, 3 സ്കിൻ കളർ. ഇതിനെ ഫേസിൻ്റെ പല ഷെയ്ഡിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഡാർക്ക് വരുന്നിടത്ത് ലൈറ്റ് വരുന്നിടത്തൊക്കെ വരുമ്പോൾ വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണം ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സുകൾ നമുക്ക് ലഭിക്കും. ഓക്കെ, അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫേസിൽ എങ്ങനെ ഇതേ കളേഴ്സ് അല്ലെങ്കിൽ ഇതേ ടോൺസ് എങ്ങനെ നമുക്ക് ഫേസിൻ്റെ പല ഭാഗങ്ങളിൽ ചെയ്യാനുള്ളത്. അടുത്ത് നമ്മൾ ചെയ്യുന്ന സെയിം ലെമൺ യെല്ലോ കളറിൽ തന്നെ നോർമലി എടുത്ത യെല്ലോയിൽ ഈ വാട്ടർ കളറിലുള്ള ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞൊരു കളറുണ്ട്. അതായത് പിങ്കിനോട് സാമ്യമുള്ള ഒരു കളറാണ്. ഓക്കെ, ആ കളർ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. ആദ്യം ആ ക്രിംസൺ റെഡ് മാത്രം ചെയ്യുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടും. അതിൽ കൂടെ അല്പം യെല്ലോ ചേർക്കുമ്പോഴാണ് ഇപ്പോൾ കാണുമ്പോൾ രണ്ടാമത്തെ ഷെയ്ഡ് കിട്ടുന്നത്. ഓക്കെ, ഇത് കൂടുതൽ ഈ കവിളിൻ്റെ നല്ല വെളുത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കവിളിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ റെഡുകളില്ലാത്തവർ നോർമലി നമുക്ക് ലഭിക്കുന്ന ഏതെങ്കിലും റെഡ് ഉപയോഗിച്ചാലും മതിയാകും. പിന്നെ ക്രിംസൺ റെഡ് ഇല്ലാത്തവർക്ക് പിങ്ക് വേണമെങ്കിലും ഈ ഭാഗത്ത് ഉപയോഗിക്കാം, പിങ്കും യെല്ലോയും വേണമെങ്കിലും ഉപയോഗിക്കാം. അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ബ്രൗൺ കളർ. ഓക്കെ, ഇതിലിപ്പോൾ ഈ ഒരു വാട്ടർ കളറിൽ വരുമ്പോൾ ബേൺസീന എന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് ബ്രൗൺ ഉപയോഗിക്കാം. ഈ ബേൺസീന ഉപയോഗിച്ച് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട്. ഡാർക്ക് സ്കിൻ ചെയ്യാം, അതുപോലെ തന്നെ വൈറ്റ് ആൾക്കാരുടെ തന്നെ ഡാർക്കായിട്ടുള്ള ഏരിയാസ്, കണ്ണ് ഇതൊക്കെയുള്ള പാർട്ടുകൾ ചെയ്യാം. ഇപ്പോൾ ബ്രൗൺ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ വെള്ളം കൂട്ടിയും കുറച്ചുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം കുറച്ചും അതിനുശേഷം വെള്ളം കുറച്ചുകൂടെ കൂട്ടിയാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, ഇതിൽ കാണുന്ന കളർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഈ കളറിൽ തന്നെ അല്പം ഒന്ന് റെഡ്, ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞില്ലേ, ആ റെഡ് കൂടെ ഒന്ന് അല്പം ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ ഏകദേശം ഈ റെഡ് കൂടി ഒരു ബ്രൗൺ കളർ കിട്ടും. ഇതെല്ലാം തന്നെ നമുക്ക് നോർമൽ ഇന്ത്യൻ സ്കിൻ ടോണിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത് ചെയ്യാൻ പോകുന്ന ഗ്രീൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാനാണ് സ്കിന്നിൽ. ഗ്രീന് ഈ ബേൺസീന, അതായത് ബ്രൗണിൽ കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു കളർ ലഭിക്കുന്നുണ്ട്. ഇതേപോലത്തെ ടോൺ. അത് നോർമലി കൂടുതലും ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാർക്കാണ് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികളെയൊക്കെ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പുരികത്തിൻ്റെ ഭാഗമൊക്കെ വരയ്ക്കുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ കളർ ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രീനിൻ്റെ കൂടെ ഈ ബ്രൗണൊക്കെ ചേർക്കാറുണ്ട്. ഓക്കെ, അതായത് ഗ്രീൻ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് ഈ ബ്രൗൺ വെച്ചാൽ നമുക്ക് അതുപോലത്തെ ഒരു ഷെയ്ഡ് കിട്ടാറുണ്ട്. അതാണിപ്പോൾ കാണിക്കുന്നത്, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഗ്രീനിൻ്റെ പുറത്ത് അല്പം ബ്രൗൺ വെച്ചാൽ നമുക്കൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും. ഇതിപ്പോൾ ഈ താടി രോമങ്ങൾ അല്ലെങ്കിൽ ഈ മീശയുടെ ഭാഗം, അതുപോലെ ഹെയറിൻ്റെ ഭാഗം, ഇല്ലെങ്കിൽ നല്ല ഡാർക്കായിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരുടെ ഈ കണ്ണിൻ്റെ ഭാഗം, അവിടെയൊക്കെ ചെയ്യാനായിട്ട് ഈ കളറൊക്കെ ഉപയോഗിക്കും. ഓക്കെ, അടുത്ത ആരും അധികം പ്രതീക്ഷിക്കാത്തൊരു കളറാണ് ബ്ലൂ കളർ. നമുക്ക് ബ്ലൂ കളർ വെച്ചും നമുക്ക് സ്കിൻ ടോൺ ചെയ്യാനായിട്ട് കഴിയും, അല്ലെങ്കിൽ സ്കിൻ കളർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ബ്ലൂവിൻ്റെ കൂടെ നമുക്ക് കുറച്ച് റെഡ് കൂടെ മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ
സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഒരു ഫേസിൽ ഇതേ കളേഴ്സൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഈ 2 കളറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു വയലറ്റ് പോലത്തെ ഒരു ചെറിയൊരു ഷെയ്ഡായിരിക്കും കിട്ടുന്നത്. ഓക്കെ, വയലറ്റ് പോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടും. അത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതലായിട്ടും ഈ കണ്ണിന് മുകൾ ഭാഗത്തൊക്കെ ഇല്ലേ, കണ്ണിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ ചുണ്ടിൻ്റെ താഴ്ഭാഗം, ചുണ്ടിന് ഈ ഒരു പാർട്ടിലൊക്കെ കൂടുതൽ കളർ ചെയ്യാനായിട്ട് ഈ കളർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇനിയും കൂടുതൽ കളർ ഉപയോഗിച്ച് സ്കിൻ ടോണുകൾ ചെയ്യാം. ഇത് നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന കളർ കൊണ്ട് എങ്ങനെ നമുക്ക് സ്കിന്നിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഏത് കളർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയൊക്കെ സ്കിൻ ടോൺസ് നമുക്ക് അല്ലെങ്കിൽ സ്കിൻ കളേഴ്സ് എങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. അത് നിങ്ങൾക്ക് നോർമലി ലഭിക്കുന്ന കളേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു സ്കിൻ കളർ ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. പക്ഷേ നമ്മൾ ഈ കളേഴ്സ് തന്നെ നമ്മളൊരു ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. അതൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഒരു ഫേസിൽ എങ്ങനെ വാട്ടർ കളർ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഇനിയും മുതലുള്ള നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.